ഗർഭാശയം പൊട്ടി അമ്മയുടെ ആന്തരിക അവയവങ്ങൾക്കിടയിൽ കുടുങ്ങിയ നിലയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ആദിവാസി യുവതിയുടെ ജീവൻ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചു. നവജാത ശിശുവിനെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ചുങ്കത്തറ പള്ളിക്കുത്ത് ചീരക്കുഴി ഉന്നതിയിലെ 25-കാരിക്കാണ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി രാജ്മോഹന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടത്തിയത്. 2 തവണ യുവതി സിസേറിയന് വിധേയയാണ്. ഓട്ടോറിക്ഷയിൽ 20-ന് രാവിലെ 10:40-നാണ് ഗൈനക്കോളജി വിഭാഗത്തിൽ കൊണ്ടുവന്നത്. ഗർഭകാല പരിശോധനകളുടെ രേഖകൾ കൈവശമുണ്ടായിരുന്നില്ല. രക്തഗ്രൂപ്പ് പോലും അറിയില്ലായിരുന്നു. തലേന്ന് പ്രസവ വേദന തുടങ്ങിയതാണ്. വാഹനം കിട്ടാത്തതിനാലാണ് എത്തിക്കുവാൻ വൈകിയതെന്ന് ഭർത്താവ് പറഞ്ഞു. അപകട സാധ്യത മുന്നിൽ കണ്ട യുവതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുവാൻ ആദ്യം ആലോചിച്ചു. ICU ആംബുലൻസ് തയ്യാറാക്കി. അതിനിടെ ഗൈനക്കോളജിസ്റ്റ് നടത്തിയ വിശദ പരിശോധനയിൽ പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ യുവതിക്ക് ജീവാപായം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടു. സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ എൻ പമീലിയെ വിവരം ധരിപ്പിച്ച് അനുമതി വാങ്ങി. ITDP അധികൃതരെയും അറിയിച്ചു. അനസ്തീഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ശ്രീകാന്ത്, ഡോക്ടർ ഫാസിൽ, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മുജീബ്, പ്രസവ വിഭാഗത്തിലെ ഡോക്ടർ അനീസ എന്നിവർ അവസരത്തിന് തുയർന്ന ശസ്ത്രക്രിയയിൽ സഹായിക്കുവാൻ തയ്യാറായി. നഴ്സിംഗ് ഓഫീസർമാരായ സുധ, സിന്ധു, ബിനി, ബിന്ദു, രജനി എന്നിവരുടെ നേതൃത്വത്തിൽ തിയേറ്റർ സജ്ജമാക്കി. ഗൈനക്കോളജി വിഭാഗത്തിൽ എത്തിച്ചതിന്റെ 25-ാം മിനിറ്റിൽ 11:05-ന് ശസ്ത്രക്രിയ തുടങ്ങി. ഗർഭപാത്രം പൊട്ടി പുറത്തുവന്ന ശിശു അമ്മയുടെ ഉദരത്തിൽ കുടലിനും കരളിനും ഇടയിലാണ് കിടന്നിരുന്നത്. പുറത്തെടുത്ത് പ്രഥമ ചികിത്സ നൽകി. ICU ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. NICU വിഭാഗത്തിൽ വെന്റിലേറ്ററിലാണ്. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന യുവതിയെ ആരോഗ്യം മെച്ചപ്പെട്ടതോടെ ശസ്ത്രക്രിയാനന്തര വാർഡിലേക്ക് മാറ്റി. ദൌത്യ സംഘത്തെ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പമീലി അഭിനന്ദിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.